നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും എന്ന് സംഭവങ്ങളും പ്രമാണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ യഹ്യ ബിൻ അബി ഹജലത്ത് തിൽമിസാനി എന്നവർ 776 വഫാത്തായ മഹാനാണ്. മഹാനവറുകൾ എഴുതിയ ദഫ്ഉൻ നിഖ്മ ഫി സ്വലാത്തി അലാ നബിയ്യിർ റഹ്മ എന്ന കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ ഹക്കം എന്നിവർ പറയാണ്, റഅയ്തു ശാഫിഈ റളിയല്ലാഹു അൻഹു ഫിൻ നൗമി, ഉറക്കിൽ ഞാൻ ഇമാമുന ശാഫിഈ തങ്ങളെ കണ്ടു. ഫഖുൽതു ലഹു, ഞാൻ മഹാനവറുകളോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു തആല എങ്ങനെയാണ് നിങ്ങളോട് പ്രവർത്തിച്ചത്, അഥവാ മരണാനന്തരം അല്ലാഹുവിൽ നിന്നുള്ള നടപടി എന്തായിരുന്നു? ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞു, നഅമനീ, എനിക്കൊരുപാട് നിഅമത്തുകൾ നൽകി. വഗഫറലീ, എനിക്ക് പുറത്തു തന്നു. വസുഫിഫ്തു ഫിൽ ജന്നതി കമാ തുസഫുൽ അറൂസ്, മണവാളനെ ആനയിക്കും പോലെ ഒരുക്കി ആനയിച്ചു സ്വർഗത്തിലേക്ക്, സ്വർഗലോകത്തേക്ക്. വനുസിറ അലയ്യ കമാ യുൻസറു അലൽ അറൂസ്, മണവാളനെ അലങ്കരിക്കും പോലെ അലങ്കരിച്ചു. ഫഖുൽതു ബിമ ബലഗത ഹാദൽ ഹാൽ, എങ്ങനെയാണ് ഈ ഒരവസ്ഥയിലേക്ക് എത്തിയത്? ഖാല ബിഖൗലി ഫീ കിതാബിർ റിസാല, അർ-റിസാല എന്ന കിതാബിൽ ഞാൻ പറഞ്ഞ ഒരു വാക്കാണ്, ഞാൻ ചൊല്ലിയ ഒരു കാര്യമാണ്. അതെന്താണ്? വസല്ലി അലാ മുഹമ്മദിൻ അദദ മാ ദകറഹു ദാകിറൂന വഅദദ മാ ഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ എന്നൊരു സ്വലാത്ത് ഞാൻ കിതാബുർ റിസാലയിൽ എഴുതിയിട്ടുണ്ട്. അർ-റിസാല എന്ന കിതാബ് ഇമാമുന ശാഫിഈ തങ്ങൾ എഴുതിയിട്ട് ഇന്ന് വരെയുള്ള മുഴുവൻ കിതാബുകൾക്കും ആ കിതാബിനോട് കടപ്പാടുണ്ടെന്ന് ഇമാമുകൾ രേഖപ്പെടുത്തുന്നു. ഇമാമുന ശാഫിഈ തങ്ങളുടെ അർ-റിസാല ഇമാം മുസനി തങ്ങൾ 500 പ്രാവശ്യം പാരായണം ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം പാരായണം ചെയ്യുമ്പോഴും പുതിയ 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 ഉള്ളടക്കങ്ങൾ ലഭിക്കാറുണ്ടെന്ന് ഇമാം മുസനി തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ലോകത്തെ ഒരു മഹാത്ഭുതമാണ് അർ-റിസാല എന്ന ഇമാമുന ശാഫിഈ തങ്ങളുടെ കിതാബ്. ആ അർ-റിസാല എഴുതുമ്പോഴാണ് ഇമാമുന ശാഫിഈ തങ്ങൾ മക്കയിൽ വെച്ച് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങളെ കാണുന്നത്. അതിനു മുമ്പ് ബഗ്ദാദിൽ വന്നെങ്കിലും കൂടുതൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. മക്കത്ത് വന്നപ്പോഴാണ് കണ്ടത്. പിന്നീട് ഇമാമുന ശാഫിഈ തങ്ങൾ രണ്ടാമത് ബഗ്ദാദിലേക്ക് പോയത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എന്ന ശിഷ്യനെ കാണാൻ വേണ്ടിയാണ്, കൂടെ കഴിയാൻ വേണ്ടിയാണ്, റിസാല പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. അർ-റിസാല എന്ന കിതാബ് അത്ര വലിയ മഹത്വമുള്ളതാണ്. ഇനിയോ ഇതിന്റെ മറ്റൊരു നിവേദനം ഇമാം ബൈഹഖി ഉദ്ധരിക്കുകയാണ്. അൻ അബിൽ ഹസൻ അശ്ശാദുലി, ഇമാം ഷാദുലി തങ്ങളെ തൊട്ട് ഖാല റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, ഞാൻ കിനാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിൻ്റെ ദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിമാ ജുസിയ ശാഫിഈ ഇൻദക, അവിടുത്തെ സന്നിധിയിൽ ഇമാമുന ശാഫിഈ തങ്ങൾക്ക് ഉപഹാരം ലഭിച്ചത് എന്തുകൊണ്ടാണ്? ഹൈതു യഖൂലു ഫീ കിതാബിർ റിസാല വസല്ലി അലാ മുഹമ്മദിൻ കുല്ലമാ ദകറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ എന്ന കിതാബ് എഴുതിയതിന് എന്ത് സമ്മാനമാണ് ഇമാമുന ശാഫിഈ തങ്ങൾക്ക് നൽകിയതെന്ന് അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു കിനാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഇമാം ഷാദുലി തങ്ങൾ അറിയുമോ, അവിടുന്ന് ജബൽ ഇൽമിൽ
അബ്ദുസ്സലാം ഇബ്നു ബിശ്ശീഷ് റളിയല്ലാഹു അൻഹുവിന്റെ ഏക മുരീദാണ്. ഞങ്ങൾ മൊറോക്കോയിലെ ജബൽ ഇൽമിൽ ചെന്നപ്പോൾ അവിടെയാണ് ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഇബ്നു ബിശ്ശീഷ് റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത്. ആ മലയുടെ മുകളിൽ വെച്ചാണ് അബുൽ ഹസൻ ശാദുലി തങ്ങൾ അബ്ദുസ്സലാം ഇബ്നു ബിശ്ശീഷ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. അവരവിടെ തന്നെ ഖൽവത്തിൽ കഴിഞ്ഞവരാണ്. അബുൽ ഹസൻ ശാദുലി തങ്ങൾ ബഗ്ദാദ് പട്ടണം മുഴുവനും കറങ്ങി ഒരു മഹാത്മാവിനെ ഗുരുവായി കിട്ടാൻ. അവിടെയുള്ള എല്ലാ മഹാന്മാരും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത്? ഇക്കാലത്തെ വലിയ നേതാവ് അവിടെയുണ്ടല്ലോന്ന്. അങ്ങനെ ജബൽ ഇൽമിലേക്ക് ചെന്ന് ഇമാമുന ഷാദ് അബുൽ ഹസൻ തങ്ങൾ ചെന്നു. അശ്ശാദുലി, ഇവിടേക്കാരും വരാറില്ല, മുരീദുമാരൊന്നും ഇല്ല, ഒറ്റപ്പെട്ട ഒരാളെ വന്നിട്ടുള്ളൂ. അതാണല്ലോ എന്ന നിലക്കാണ് അശ്ശാദുലി എന്ന നിലക്കാണ് ഇമാം അബുൽ ഹസൻ ശാദുലി തങ്ങൾക്ക് അങ്ങനെ ഒരു വിലാസം കിട്ടിയത്. അതല്ല ഷാദുല എന്ന ഗ്രാമത്തിൽ നിന്നാണ്. രണ്ടഭിപ്രായവും ഉണ്ട്. ഈ ഇമാം അബുൽ ഹസൻ ശാദുലി തങ്ങൾ പിന്നെ പോയത് ഈജിപ്തിലേക്കാണ്. ബഹുമാനപ്പെട്ടവരിന്ന് വിശ്രമിക്കുന്നത് ഈജിപ്തിന്റെ അതിർത്തിയിൽ. ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ബോർഡറിൽ വിശ്രമിക്കുന്നു. അബുൽ ഹസൻ ശാദുലി തങ്ങൾ കിടക്കുന്നത് ഹുമൈസറയിലാണ്. ഏകദേശം ഒരു ദിവസത്തെ യാത്രയുണ്ട് കൈറോ സിറ്റിയിൽ നിന്ന്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ കഴിഞ്ഞ വർഷം അവിടേക്ക് മഹാനവറുകൾ വിശ്രമിക്കുന്ന സ്ഥലത്തെത്തി. ഏകാന്തമായ വന്യമായ ഒരു സ്ഥലം. അവിടെ ഇന്നും ആളുകൾ ആകെ വരുന്നത് ഇമാം അബുൽ ഹസൻ ശാദുലി തങ്ങൾ അതെന്ന് സന്ദർശിക്കാനാണ്. ഒരു ദിവസം യാത്ര ചെയ്തു വരുന്നത്. അവരുടെ ശിഷ്യന്മാരിൽ നിന്നാണ്. ഷാദുലി ഇമാമിന്റെ കറാമത്ത് അവിടുത്തെ ശിഷ്യന്മാരാണ്. അതിൽ ഒരു കറാമത്താണ് ഇമാം ബൂസീരി തങ്ങൾ. അതിൽ വന്ന ഒരു കറാമത്താണ് ബുർദ. ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട വലിയ വലിയ മഹാന്മാരാണ്. അപ്പോൾ അബുൽ ഹസൻ ശാദുലി തങ്ങൾ ചോദിച്ചു, എന്ത് സമ്മാനമാണ് നൽകിയത്? ഫഖാല ജുസിയ അന്നീ, എന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശഫഈ തങ്ങൾക്ക് കിട്ടിയ സമ്മാനം അന്നഹു ലാ യൂഖഫു ലിൽ ഹിസാബ്, വിചാരണക്ക് നിർത്തപ്പെടൂല. ഇമാമുന ശഫഈ തങ്ങളെ നാളെ വിചാരണക്ക് നിർത്തപ്പെടൂല. സ്വലാത്ത് കൊണ്ട് കിട്ടിയ നേട്ടമാണ്. അതാണ് ഇമാം ബൂസൈരി തങ്ങൾ പറഞ്ഞത്, വലയ്യളീഖ റസൂലല്ലാഹി ജാഹുക ബി ഇദൽ കരീമു തഹല്ലാ ബിസ്മി മുൻതഖിമീ. ഇതിന്റെ ഒരു നിവേദനം കൂടി ഞാൻ ബർക്കത്തിന് വായിച്ചോട്ടെ. വറുവിയ ഐളൻ, പിന്നെയും ഒരു നിവേദനം, അന്ന ശാഫിഈ റളിയല്ലാഹു അൻഹു റുഇയ ഫിൽ മനാമി, ഇമാമുന ശാഫിഈ തങ്ങൾ കിനാവിൽ കാണിക്കപ്പെട്ടപ്പോൾ ഫഖീല ലഹു മാ ഫഅലല്ലാഹു ബിക, എന്തേ അല്ലാഹു തങ്ങൾക്ക് നൽകിയത്? ശാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞു, ഗഫറലീ, എനിക്കല്ലാഹു പുറത്തു തന്നു. ഫഖീല ബിമാദാ, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് പുറത്തു തന്നത്? അവിടുത്തെ നിസ്കാരത്തിന്റെ കണക്ക് നോക്കിയിട്ടാണോ? അവിടുത്തെ ഇജ്തിഹാദിന്റെ പവർ നോക്കിയിട്ടാണോ? അവിടുത്തെ വഅലിന്റെ പവർ നോക്കിയിട്ടാണോ? അവിടുന്ന് ബോർഡർ സെക്യൂരിറ്റിയിൽ നിന്നപ്പോൾ ഉള്ള അധ്വാനം കൊണ്ടാണോ? അവിടുന്ന് ഫിത്നയുടെ കാലത്ത് പരീക്ഷണങ്ങൾ നേരിട്ടത് കൊണ്ടാണോ? ബഗ്ദാദിൽ കോടതിയിൽ ഹാജരാക്കപ്പെട്ടത് കൊണ്ടാണോ? ഈജിപ്തിലേക്ക് യാത്ര പോയത് കൊണ്ടാണോ? ഇമാമുന ശാഫഈ തങ്ങളുടെ ജീവിതം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇമാമുന ശാഫഈ തങ്ങൾ പറഞ്ഞു, ബിഖംസി കലിമാത്തിൻ, 5 വാചകങ്ങൾ കൊണ്ടാണ്
കുന്തു ഉസല്ലി ബിഹിന്ന അലാ റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ആ വാചകങ്ങൾ ചൊല്ലി ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു. അതേതാണ്? വമാഹുന്ന, ആ സ്വലാത്ത് ഏതാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മൻ സ്വല്ലാ അലൈഹി വസല്ലി അലാ മുഹമ്മദിൻ ബിഅദദി മൻ ലം യുസല്ലി അലൈഹി വസല്ലി അലാ മുഹമ്മദിൻ കമാ അമർത അൻ യുസല്ലാ അലൈഹി വസല്ലി അലാ മുഹമ്മദിൻ കമാ തുഹിബ്ബു അൻ യുസല്ലാ അലൈഹി വസല്ലി അലാ മുഹമ്മദിൻ കമാ തൻബഗി സ്വലാത്തു അലൈഹി. ഈ സ്വലാത്തുകൾ കൊണ്ടാണ് എനിക്ക് ഈ ഒരു പദവി കിട്ടിയതെന്ന് ഇമാമുന ശാഫഈ തങ്ങൾ പറഞ്ഞത്. മതാലിഉൽ മസറാത്ത് ഫീ ശർഹി ദലായിലിൽ ഖൈറാത്ത് എന്ന കിതാബിൽ നിന്നാണ് ഈ കിതാബിൽ ദഫ്ഉൻ നിഖ്മയിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അറിയുമോ, ഞാൻ നേരത്തെ പറഞ്ഞ മൊറോക്കോയിൽ മഗ്റബിലാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഞാൻ ആ സംഭവത്തിലേക്ക് ഇന്ന് പോകുന്നില്ല, സമയം കിട്ടിയാൽ പിന്നീട് പറയാം. അവിടെ തന്നെയാണ് ഖാദി ഇയാദ് തങ്ങൾ വിശ്രമിക്കുന്നത്. അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എഴുതിയിട്ട് പദവി നേടിയ മഹാനാണ്. അപ്പോൾ മൊറോക്കോ വലിയ അനുഗ്രഹമുള്ള നാടാണ്. ഈ പറയപ്പെട്ട സബഅത്തു റിജാലും അതുപോലെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദുലി തങ്ങളുടെ ഗുരുവര്യരും എല്ലാം വിശ്രമിക്കുന്ന സ്ഥലമാണ്. അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു നമുക്കെല്ലാം വലിയ തൗഫീഖുകൾ നൽകട്ടെ. ഞാൻ ഇപ്രാവശ്യത്തെ സ്നേഹപ്രപഞ്ചത്തിന് ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഇബ്നു ബശീഷ് തങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു സയ്യിദിനെ ക്ഷണിച്ചിരുന്നു. അത്യാവശ്യമായി അദ്ദേഹത്തിന് നാട്ടിൽ നിൽക്കേണ്ടത് കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകിയാൽ അവർ നമ്മുടെ നാട്ടിൽ വരും. എന്നിട്ട് അവിടുന്ന് സ്വലാത്തുൽ മിശീഷിയയുടെ ഇജാസത്ത് നൽകും. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആ മഹാന്മാരോടൊക്കെ നമുക്ക് ഖൽബിൽ മഹബ്ബത്തും അവരുടെ ഇഷ്ടം നമുക്കും അല്ലാഹു നൽകട്ടെ.